Hi students, welcome to our zoology class. Today we can continue with the adolescents, drug and alcohol abuse. In the last section we have already discussed about the drug and alcohol abuse in general terms, and now we are confined to the topic adolescents, drug abuse or alcohol abuse. Okay, so first we can start with adolescents. നമുക്കറിയാം adolescents എന്ന് പറഞ്ഞാൽ ഒരു ഏജ് ബാറിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇറ്റ്സ് എ പീരിയഡ് ബിറ്റ്വീൻ 12 to 18 ഇയേഴ്സ് അല്ലേ, 12-18 വയസ്സ് അതിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഒരു സമയത്താണല്ലോ നമ്മൾ അഡോളസൻസ് അല്ലെങ്കിൽ കൗമാരം എന്നൊക്കെ പറയാം അല്ലേ, അഡോളസൻസ്. ആൻഡ് ഇറ്റ്സ് എ ബ്രിഡ്ജ് ലിങ്കിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡൽട്ട്ഹുഡ് അല്ലേ, ചൈൽഡ്ഹുഡിനെയും അഡൽട്ട്ഹുഡിനെയും എന്താണ് ലിങ്ക് ചെയ്യുന്ന തമ്മിൽ ഘടിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് അല്ലേ ആയിട്ടാണ് നമുക്ക് എന്തുള്ളത് അഡോളസൻസ് ഉള്ളത്. അതിൻ്റെ ഇടയിലുള്ളൊരു കാലഘട്ടമാണ്. And adolescence is accompanied by several biological and behavioral changes. നമുക്കറിയാം അല്ലേ അഡോളസൻസിൻ്റെ പ്രത്യേകത. ഓക്കെ, നിങ്ങളൊക്കെ ആ ഒരു ഏജ് ബാറിലുള്ളത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും. ധാരാളം ബയോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിരിക്കും, ബിഹേവിയറൽ ചേഞ്ചസും, ഒരുപാട് ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നതും സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഉണ്ടാവുന്ന ഒരു പീരിയഡാണ്. ഓക്കെ, so the first use of drugs or alcohol increase in the curiosity or experimentation, but later the child starts using these to escape facing problems. അപ്പോൾ അവർക്കിടയിൽ ഈ ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ ഒരു യൂസ് ഫസ്റ്റ് വരുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ഒരു ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റേഷൻ, വേറെയുള്ള ആളുകൾ ആരെങ്കിലും കമ്പൽ ചെയ്യുമ്പോൾ ഒരു ക്യൂരിയോസിറ്റീൻ്റെ ബേസിലോ അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ളൊരു എക്സ്പെരിമെൻറ്റേഷൻ്റെ ബേസിലോ ആയിരിക്കും അവരത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ പിന്നീട് എന്തായിരിക്കും ആ കുട്ടിക്ക് നമ്മൾ പറഞ്ഞ അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു അത്തരത്തിലുള്ളൊരു പ്രോബ്ലംസിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അത്തരത്തിലുള്ളൊരു ശീലം തുടർന്നുകൊണ്ടേയിരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. If stress from pressure to excel in academics or examination has played a significant role in youngsters to try alcohol and drugs. നമുക്ക് ആ ഒരു എക്സാമിനേഷൻ്റെ ഒക്കെ പ്രഷർ അല്ലേ, വല്ലാതെ ഇപ്പോൾ നമുക്ക് ഫാമിലീൻ്റെ കേസിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു പ്രഷറിൽ നിന്നും ആ ഒരു പ്രഷറിൻ്റെ ആ സ്ട്രെസ് കൊണ്ടായിരിക്കാം തരത്തിലുള്ള ഒരു ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് എന്നുള്ളതൊക്കെ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഉണ്ടാവുന്നൊരു കാരണം. ഓക്കെ, അപ്പോൾ അതും വലിയൊരു റോളുണ്ട് അത്തരത്തിലുള്ള സ്ട്രെസ്സും ബേസ്ഡ് ഓൺ അക്കാഡമിക്സ്. അപ്പോൾ അതിലൊക്കെ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് വല്ലാതെ പ്രഷറൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു പ്രഷറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സിൻ്റെ ബേസിൽ ദർ ഇസ് എ ചാൻസ് ടു ഗെറ്റ് ബാക്ക് ഇൻ ടു ആൽക്കഹോൾ ഓർ ഡ്രഗ്സ്. ഓക്കെ, ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും യു ക്യാൻ അല്ലേ. ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, അതൊക്കെ നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണോ തരുന്നത്, ഫീലിംഗ് ആണോ തരുന്നത്? അതൊരു ജസ്റ്റ് ഒരു മായാലോകമാണ് അല്ലേ. ആ സമയത്ത് നമുക്ക് എന്തൊക്കെയോ വി ആർ കംഫർട്ടബിൾ അല്ലെങ്കിൽ വി ആർ റിലാക്സ്ഡ് എന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമ്മുടെ ബോഡീനെയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഫിസിയോളജിക്കലി ഫിസിക്കലി എല്ലാ കാര്യത്തെയും അത്രയും അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഹാബിറ്റാണ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് അഡിക്ഷൻ ആൻഡ് ഡിപ്പെൻഡൻസ്? ഇപ്പം നമ്മൾ ഡ്രഗ്സ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു എക്സ്പെരിമെൻറ്റേഷൻ്റെ ബേസിലോ അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിൻ്റെ ബേസിലോ ആണെന്ന് പറഞ്ഞു. പിന്നീടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു അഡിക്ഷൻ സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന സ്റ്റേജ് ആണ്. So if the repeated use of drugs, the tolerance level of the receptors present in our body increases. ഇപ്പം നമ്മൾ ഡ്രഗ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന് ടോളറേറ്റ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സും നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ടുണ്ടായിരിക്കും. സോ ദ റിസപ്റ്റേഴ്സ് റെസ്പോണ്ട് ഓൺലി ടു ഹയർ ഡോസസ് ഓഫ് ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ ലീഡിങ് ടു ഗ്രേറ്റർ ഇൻടേക്ക് ആൻഡ് അഡിക്ഷൻ. അപ്പം അങ്ങനെയാകുമ്പോൾ ഹൈ ഡോസിൽ നമ്മുടെ ശരീരത്തിലോട്ട് ഡ്രഗ്സ് കയറി വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ റിസപ്റ്റേഴ്സ് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് കാണിക്കുക. അപ്പോൾ അതുവഴി നമ്മൾ കൂടുതൽ ഡോസിൽ ഇതിങ്ങനെ ശരീരത്തിലോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇറ്റ് വിൽ ലീഡ് ടു അഡിക്ഷൻ. ദസ് ഇറ്റ് ലീഡ്സ് ടു ദ റെഗുലർ യൂസ്. അപ്പോൾ നമ്മളത് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും. കാരണം ഹൈ ഡോസിൽ എന്നും കിട്ടുമ്പോഴാണ് അതിന് റെസ്പോൺസ് കാണിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ റെഗുലറായിട്ടും അതെന്നും ഹൈ ഡോസിൽ എടുക്കാൻ തുടങ്ങും. അതിനെ തന്നെയാണ് നമ്മൾ അബ്യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് അഡിക്ഷൻ ആൻഡ് ഡിപ്പെൻഡൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. In the absence of any guidance or counseling, the person gets addicted and becomes dependent on their use. If it is abruptly discontinued, the person shows withdrawal syndrome. This is characterized by anxiety, shakiness, nausea, and sweating.
ദാറ്റ് മീൻസ് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസോ കൗൺസിലിങ്ങോ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു ആൾ അല്ലേ, നമ്മുടെ സസ്പെക്റ്റ് അതിന് ഡിപ്പെൻഡൻ്റ് ആവും. അങ്ങനെയാവുമ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അയാൾക്ക് വിഡ്രോവൽ സിൻഡ്രോം എന്നുള്ളത്, വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ വളരെയധികം എന്താണ് ആൻസൈറ്റിയും സ്വെറ്റിങ്ങും എല്ലാം ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേക തരം ഒരു അവസ്ഥയായിരിക്കും വിഡ്രോവൽ സിൻഡ്രോം. അപ്പോൾ അങ്ങനെയുള്ള കേസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ആൻഡ് ദ തേർഡ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ ഇഫക്ട്സ് ഓഫ് ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസ്. അതെങ്ങനെയാണ് ഇഫക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ളത് എന്നുള്ളതാണ്. ഇൻ യൂത്ത് ഇറ്റ്സ് സിംറ്റംസ് ആർ ഡ്രോപ്പ് ഇൻ അക്കാഡമിക് പെർഫോമൻസ്. അതാണ് കാര്യമായിട്ട് ഫസ്റ്റ് വരിക. അക്കാഡമിക് പെർഫോമൻസിൽ വളരെയധികം പിന്നിലായി പോവും. അതുപോലെ അൺഎക്സ്പ്ലെയിൻഡ് ആബ്സെൻസ് ഫ്രം കോളേജ്, സ്കൂൾ ആൻഡ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പേഴ്സണൽ ഹൈജീൻ. ഓക്കെ, പിന്നെ എന്താണ് അക്കാഡമിക് പെർഫോമൻസിൽ വളരെ ബാക്കാവും. അതുപോലെ തന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്യുക, അതായത് നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ എന്താണ് ഒരു കാരണവും ഇല്ലാണ്ട് അങ്ങനെ ആബ്സെൻ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. പേഴ്സണൽ ഹൈജീനിലൊരു ശ്രദ്ധയില്ലാണ്ടാവും. നമുക്കൊരു നല്ല ഒരു ബോധത്തിലിരിക്കുമ്പോഴല്ലേ നമ്മുടെ ഒരു രൂപത്തിനെ കുറിച്ചും കാര്യത്തിനെ കുറിച്ചും ഹൈജീനെ കുറിച്ചൊക്കെ കൺസേൺഡ് ആവുക. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഹൈജീനിൽ യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. അതുപോലെ ഒരു വിഡ്രോവൽ, എല്ലാത്തിൽ നിന്നും ഒരു ഒഴിഞ്ഞു മാറൽ, കൂടിയിരിക്കുമ്പോഴെല്ലാവരും രസമായിട്ട് കൂടിയിരിക്കുമ്പോൾ അവർക്കത് എന്താണ് ഓക്കെ ആയി തോന്നില്ല. അപ്പോൾ അവർ വിഡ്രോ ചെയ്യാൻ തുടങ്ങും. ലൈക്ക് ദാറ്റ് ഐസൊലേഷൻ, എപ്പോഴും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയായിരിക്കും. ഡിപ്രഷൻ, വിഷാദം ഉണ്ടായിരിക്കും. ഫറ്റീഗ്, ക്ഷീണം ഉണ്ടായിരിക്കും. ഒരു അഗ്രസീവ് ബിഹേവിയർ, ചില സമയത്ത് എന്താണ് വളരെ അഗ്രസീവായിട്ടായിരിക്കും അവർ പെരുമാറുക. ഡിറ്റീരിയോറേറ്റിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഒരു പ്ലസൻറ്റ് റിലേഷൻഷിപ്പിലായിരിക്കില്ല, എപ്പോഴും എന്താണ് ഒരു അടക്കിയ ഒരവസ്ഥയിലായിരിക്കും. ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഹോബീസ്, സാധാരണ നമുക്ക് എല്ലാവർക്കും ഓരോ ഹോബീസ് ഉണ്ടായിരിക്കില്ലേ, അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നഷ്ടമായി പോവും. ചേഞ്ച് ഇൻ സ്ലീപ്പിംഗ് ആൻഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്, സ്ലീപ്പിംഗ് ഹാബിറ്റിലും ഈറ്റിംഗ് ഹാബിറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഫ്ലക്ച്വേഷൻസ് ഇൻ വെയിറ്റ് എന്താ മാറിക്കൊണ്ടേയിരിക്കും, പറ്റ കൂടും കുറയും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പറ്റൈറ്റിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെ ധാരാളം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും നമ്മുടെ ഇതിന് ഈ ഒരു ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് ഉണ്ട്. ടോട്ടലി പറയുകയാണെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളെ എന്താണ് ചേഞ്ച് ചെയ്തിട്ട് ആകെ നമുക്കൊരു പിടുത്തം വിട്ട അവസ്ഥയായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. Like that, the chronic use of drugs and alcohol damages nervous system and liver. അതിൻ്റെ ഏറ്റവും കൂടിയ അവസ്ഥയിലുള്ള ഏറ്റവും കൂടുതലായിട്ട് നമ്മളത് യൂസ് ചെയ്യാൻ തുടങ്ങിയ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയും നമ്മളെ ലിവറിനെയൊക്കെ ഏറ്റവും ബാഡായിട്ട് അത് ഡാമേജ് ചെയ്യും. ആൻഡ് ദ യൂസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ ഡ്യൂറിങ് പ്രഗ്നൻസി ഇസ് ഓൾസോ നോൺ ടു അഡ്വേഴ്സ്ലി അഫക്ട് ദ ഫീറ്റസ്. പ്രഗ്നൻറ്റ് ലേഡീസൊക്കെയാണ് ഇത് ഒരു അങ്ങനത്തെ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ അഡ്വേഴ്സ്ലി അഫക്ട് ദ ഫീറ്റസ്. ഓക്കെ, സോ ദ സൈഡ് എഫക്ട്സ് സ്റ്റിറോയിഡ്സ് ഇൻ ഫീമെയിൽസ് ഇൻക്ലൂഡ് masculinization, increased aggressiveness, mood swing, depression, abnormal menstrual cycle, excessive hair growth on the face and body, enlargement of clitoris, deepening of voice. അപ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള സ്റ്റിറോയിഡ്സ് ഫീമെയിൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന ഒരുവിധം സൈഡ് എഫക്ട്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. മസ്കുലനൈസേഷൻ, ഒരു എന്താണ് ബോയ്സിൻ്റെ അല്ലെങ്കിൽ ജെൻസിൻ്റെ എല്ലാ ഒരു അപ്പിയറൻസും അത്തരത്തിലുള്ള ബിയാർഡ്, അതേപോലെ നമ്മുടെ മസ്റ്റേഷിൻ്റെ ഇത് അബ്നോർമൽ ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത്, അങ്ങനെ ഒരു മസ്കുലനൈസേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ അഗ്രസീവ്നെസ്സും മൂഡ് സ്വിങ്ങും ഡിപ്രഷനും മെൻസ്ട്രൽ സൈക്കിളൊക്കെ അബ്നോർമൽ ആയിട്ടുണ്ടായിരിക്കും. എക്സസീവ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, മെയിൽസിൻ്റെ കേസിലാണെങ്കിൽ അതേപോലെ ഇൻക്രീസ്ഡ് അഗ്രസീവ്നെസ്, മൂഡ് സ്വിങ്, ഡിപ്രഷൻ, റിഡക്ഷൻ ഓഫ് സൈസ് ഓഫ് ദ ടെസ്റ്റിക്കിൾ, decreased sperm production, potential for kidney and liver dysfunction, breast enlargement, premature baldness, enlargement of the prostate gland, ഈ രീതിയിലൊക്കെ ആയിരിക്കും നമ്മുടെ ബോയ്സിൻ്റെ കേസിൽ, ജെൻസിൻ്റെ കേസിൽ അത് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, മുഖത്തൊക്കെ ഒരുപാട് കുരുകളും കാര്യങ്ങളൊക്കെ വരാനും അഗ്രസീവ്നെസ്സും മൂഡ് സ്വിങ്ങും അതുപോലെ തന്നെ ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ്, അതേപോലെ പ്രിമച്വർ ബാൾഡൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യുകയും സ്പേം പ്രൊഡക്ഷനൊക്കെ കുറയുകയും ഒക്കെ ചെയ്യുന്ന എല്ലാം ബാഡായിട്ടുള്ള രീതിയിൽ എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ വി ക്യാൻ കൺക്ലൂഡ് വിത്ത് ദ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ ചെയ്യുന്നത്? ഫസ്റ്റ്, അവോയ്ഡ് അൺട്യൂബ് ആൻഡ് പിയർ പ്രഷർ. ഓക്കെ, പിയർ പ്രഷർ പൊതുവെ അവോയ്ഡ് ചെയ്യുക. എ ചൈൽഡ് ഷുഡ് നോട്ട് ബി പുഷ് ടു പെർഫോം ബിയോണ്ട് ഹിസ് ഓർ ഹെർ ത്രെഷോൾഡ് ലിമിറ്റ്സ് ഇൻ സ്റ്റഡീസ്, സ്പോർട്സ് ഓർ അതർ ആക്ടിവിറ്റീസ്. ഒരിക്കലും, അതായത് ഓരോരുത്തർക്കും ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ. ഇപ്പോൾ പഠനത്തിൻ്റെ അക്കാഡമിക്സിലായാലും സ്പോർട്സിലായാലും വേറെ ഓരോ കാര്യങ്ങളിലായാലും ഓരോരുത്തർക്ക് ഓരോ ത്രെഷോൾഡ് ലിമിറ്റ് ഉണ്ട്. അതിൻ്റെ അപ്പുറം അവർക്ക് ചെയ്യാൻ പറ്റില്ല, അതുവരെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രഷർ ഒരിക്കലും
അവർക്ക് കൊടുക്കരുത്. അതിനെക്കാട്ടിലും ഭംഗിയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരെ പെർഫോം ചെയ്യാൻ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവലി ആയിരിക്കും എഫക്റ്റ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള പിയർ പ്രഷേഴ്സൊക്കെ അവോയ്ഡ് ചെയ്യുക. Second is education and counseling. Educating and counseling help to face problems and stresses and to accept disappointments and failures as a part of life. നമ്മൾക്ക് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനും കൗൺസിലിങ്ങും കിട്ടിയാൽ നമ്മുടെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും എന്താണ് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. എന്ത് സ്ട്രെസ്സ് വന്നാലും അത് ഫേസ് ചെയ്യാൻ പറ്റും. ഇപ്പം എന്തെങ്കിലും നമ്മളൊരു വിചാരിക്കാത്തൊരു കാര്യം വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ എന്താണ് നമ്മുടെ ലൈഫിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അത്തരത്തിലുള്ള തോൽവികളൊക്കെ എന്ന് മനസ്സിലാക്കിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയും. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനും കൗൺസിലിങ്ങും ഒക്കെ ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്ട്രെസ്സ് വരുമ്പോഴന്നെ നമുക്ക് അത് നമ്മുടെ ലൈഫിൻ്റെ എൻഡാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ. തേർഡ് ഈസ് സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പാരൻസ് ആൻഡ് പിയേഴ്സ്. നമുക്ക് അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പാരൻസിൽ നിന്നും നമ്മുടെ പിയേഴ്സിൽ നിന്നൊക്കെ നമ്മൾ എപ്പോഴും ഹെൽപ്പ് ചോദിച്ചുകൊണ്ടേയിരിക്കണം. മീൻസ് അവരായിട്ട് ഡിപ്പെൻഡബിൾ ആവണം. ഇറ്റ് ഈസ് നെസസറി ടു സീക്ക് ഹെൽപ്പ് ഫ്രം പാരൻസ് ആൻഡ് പിയേഴ്സ്, ക്ലോസ് ആൻഡ് ട്രസ്റ്റഡ് ഫ്രണ്ട്സ്. നമുക്കൊരു പ്രയാസം വന്നാൽ നമ്മുടെ പാരൻസുമായിട്ട് നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ മൂടി വെക്കാതെ അവരുമായിട്ടൊക്കെ സംസാരിക്കുക. ആൻഡ് ദ ഫോർത്ത് ഇസ് ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻസ്. ഓക്കെ. അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് ഉള്ളവർ കാണിക്കുന്ന ചില സിംറ്റംസ് ഉണ്ടായിരിക്കില്ലേ, ചില സൈൻസ് ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ട ആളുകളോട് അത് ഇൻഫോം ചെയ്യണം. ഫ്രണ്ട്സ് മസ്റ്റ് ഇൻഫോം ദ ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ഓഫ് സംവൺ യൂസിങ് ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ സോ ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ടു ടേക്ക് റെമഡിയൽ സ്റ്റെപ്സ് ഓർ ട്രീറ്റ്മെൻറ്റ്. ആരെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽ പെട്ടാൽ, അങ്ങനെ ഡ്രഗ്സോ ആൽക്കഹോളോ യൂസ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ, കാരണം അവരുടെ ഒരു ബിഹേവിയറൽ പാറ്റേണിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂലേ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അവരുടെ പാരൻസിനെയോ ടീച്ചേഴ്സിനെയോ ഇൻഫോം ചെയ്താൽ നമുക്ക് എന്താണ് അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കാം. അപ്പം അങ്ങനെ ആരെങ്കിലും അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്, പ്രോപ്പറായിട്ട് ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ. ആൻഡ് ദ ഫിഫ്ത്ത് ഇസ് സീക്കിംഗ് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ്. അത് ലാസ്റ്റൊക്കെ വരുന്ന ഒരു പ്രിവെൻഷനാണ്. ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് നമ്മൾ സീക്ക് ചെയ്യുക. അതായത് നമ്മുടെ പാരൻസും നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നൊന്നും ശരിയാവാത്ത കാര്യങ്ങൾ അതിൻ്റേതായുള്ള ഒരു പ്രൊഫഷണലിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് വേണമെങ്കിൽ അങ്ങനെ സീക്ക് ചെയ്യാം. That means it is necessary to seek help from highly qualified psychologists, psychiatrists and rehabilitation programs so that it helps to solve the problem completely and lead a perfectly normal and healthy life. അതായത് നമ്മൾ അറിയുന്ന ഒരു സർക്കിളിൽ നിന്നൊന്നും പ്രശ്നം തീർന്നിട്ടില്ലെങ്കിൽ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ അതേപോലെ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആൽക്കഹോളിൻ്റെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ എന്താണ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ധാരാളം റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ എന്താണ് നോർമൽ ലൈഫിലോട്ട് കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. സോ ദാറ്റ് വി ക്യാൻ അവരെ വീണ്ടും ഒരു നോർമൽ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അത്തരത്തിലുള്ള ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റും. സോ വി ഹാവ് ഡിസ്കസ് ദാറ്റ് ടോപ്പിക് അഡോളസൻസ് ആൻഡ് ഡ്രഗ് അബ്യൂസ് ആൽക്കഹോൾ അബ്യൂസ് എന്നുള്ള ടോപ്പിക്കൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതിൻ്റെ സൈഡ് എഫക്ട്സും അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്തു അല്ലേ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കോട് കൂടി നമ്മുടെ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്നുള്ള ചാപ്റ്റർ ഓൾമോസ്റ്റ് കവേർഡ് ആയി ബൈ ദിസ് ടോപ്പിക്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.